നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് കഴിഞ്ഞു പോരുന്ന ഓരോ പ്രവാസികൾക്കും ഏറെ ആശ്വാസകരമായിരുന്ന ഒന്നാണ് UAE പോലുള്ള സ്ഥലങ്ങളിലുള്ള ബസ് സർവീസുകൾ എന്നുള്ളത്. സ്വന്തമായി കാർ എടുക്കുക അല്ലെങ്കിൽ ആ കാർ ഉപയോഗിച്ച് ജോലിക്ക് പോയി വരിക എന്നതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. അവർക്കൊരു ആശ്വാസമാകുന്ന രീതിയിലായിരുന്നു ബസ് സർവീസുകൾ UAE പല സ്ഥലങ്ങളിലും നടത്തിയിരുന്നത്. എന്നാൽ താൽക്കാലികമായി അതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നു. താൽക്കാലികമായി ഇത്തരത്തിലുള്ള ബസ് സർവീസുകൾ നിർത്തിവെക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രവാസികൾക്കായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UAE ചില ഇന്റർസിറ്റി ബസ് സർവീസുകളാണ് ഇത്തരത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തന്നെ ഒരു കൃത്യമായ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. UAE ചില ഇന്റർസിറ്റി ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്നു എന്നാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് ഈ 100 റൂട്ടിലെ ഇന്റർസിറ്റി ബസ് സർവീസ് ആണ് താൽക്കാലികമായി ഇത്തരത്തിൽ നിർത്തിവെക്കപ്പെട്ടവയിൽ ചിലത്. ഇതനുസരിച്ച് യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ബദൽ വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് RTA അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈദ് അവധിക്കാല വാരാന്ത്യത്തിൽ ഇബ്നു ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 101 ലൈൻ യാത്രക്കാർ സഞ്ചരിക്കാൻ ഉപയോഗിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അൽ ജാഫിലിയ ബസ് സ്റ്റേഷനും സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് പാർക്കിംഗ് സ്ഥലത്തിനും ഇടയിൽ മാത്രമായിരിക്കും ഈ 102 ലൈൻ സർവീസ് നടത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബസ് സർവീസുകൾ അനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്നും ബസ്സുകളുടെ സമയം അറിയിക്കുന്നതിനായി ഷെയിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നും ഉപയോഗിക്കണമെന്നുമൊക്കെയാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ആപ്പ് ലഭ്യമാണ്. എന്തായാലും പ്രവാസികൾ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു റിപ്പോർട്ട് കൂടുതലായി ശ്രദ്ധിക്കേണ്ടുന്നത്. കാരണം UAE പലയിടങ്ങളിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ചില കുറച്ച് നാളുകളിലേക്ക് ഇന്റർസിറ്റി ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ആ മുന്നറിയിപ്പ്. ഇതിന് ബദൽ രീതികൾ സ്വീകരിച്ച് എന്താണ് യാത്രയ്ക്ക് വേണ്ടുന്ന സാഹചര്യം എന്നത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് പ്രവാസികളോടക്കമായിട്ട് അറിയിക്കുന്ന മുന്നറിയിപ്പ്.